ഞാൻ സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ്റെ ഫൗണ്ടറാണ്. കഴിഞ്ഞ 26 വർഷമായിട്ട് അധ്യാപക മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നു. ധാരാളം പ്രോഗ്രാമുകൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പലപ്പോഴും ഈ രംഗത്തുള്ള പല മോശപ്പെട്ട പ്രവണതകളും കണ്ടാൽ അതൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് ആൾക്കാർ വിളിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്കൂളുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഇത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാനും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് മോഡേൺ സ്കൂളുകൾ, ഇൻ്റർനാഷണൽ സ്കൂളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ബ്രാൻഡുകളിലാണ് നമ്മുടെ കുട്ടികളെയൊക്കെ വിടുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ തന്നെ ഓഡിയോ വിഷ്വൽ റൂമിലും അതുപോലെ തന്നെ വലിയ വലിയ സ്മാർട്ട് ക്ലാസ്സൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിലെ സ്ക്രീനുമായിട്ട് അവരെ അങ്ങ് അഫിലിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതൊക്കെ എത്ര കണ്ട് കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. കഴിയുന്നതും പ്രൈമറി ക്ലാസ്സുകളിലെങ്കിലും മുഖാമുഖം, പ്രത്യേകിച്ച് അധ്യാപകൻ്റെ ഗുരുമുഖത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ അധ്യാപകർ നേരിട്ട് ഇടപെട്ടും ഒരു റിലേഷൻഷിപ്പിലൂടെയും ഒരു പാർട്ടിസിപ്പേഷനിലൂടെയും പാർട്ട്ണർഷിപ്പിലൂടെയും ഒക്കെ പഠിക്കുന്നതാണ് കുറേ കൂടെ കുട്ടികൾക്ക് നല്ലത്. എന്താണ് ഈ ഓഡിയോ വിഷ്വൽ ക്ലാസ്സുകളൊക്കെ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ കാരണം ഒന്ന്, അധ്യാപകരുടെ നിലവാരം കുറയുന്നതനുസരിച്ച് കുട്ടികളെ എൻഗേജ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ അധ്യാപകർക്ക് കഴിയാതെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് കൊണ്ട് കുട്ടിയെ അങ്ങ് ഇരുത്തുക. വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് സ്ക്രീൻ കണ്ടുവരുന്ന കുട്ടിയെ സ്കൂളിൽ ഇരുത്തി സ്ക്രീൻ കാണിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പ്രധാനമായിട്ടും ഇത്തരം ഗാഡ്ജറ്റുകളൊക്കെ വിൽക്കുന്നവർ പറയുന്നൊരു കാര്യം, കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ പെട്ടെന്ന് ലഭിക്കുന്നു. ഒരുപാട് അറിവുകൾ പെട്ടെന്ന് തള്ളിക്കയറ്റേണ്ട ആൾക്കാരല്ല കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അറിവ് കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. ചെറിയ പ്രായത്തിൽ അവരിലെ സംസ്കാരവും അവരിലെ സന്തോഷവും അവരിലെ പ്രോപ്പറായിട്ടുള്ള സമഗ്രമായ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, അങ്ങനെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റുകളും ഉറപ്പുവരുത്തുക. അവരെ പ്രകൃതിയുമായിട്ടും ചുറ്റുപാടുമായിട്ടൊക്കെ ഇണക്കുക. വിദ്യാഭ്യാസത്തിലേക്ക് അവരെ നയിക്കുക. വിദ്യാഭ്യാസം അങ്ങ് തുടങ്ങുകയല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ തയ്യാറാക്കിയെടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെറിയ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട ഒരു പ്രായമല്ല. നേരെ മറിച്ച് പാട്ടുകളിലൂടെയും കഥ പറഞ്ഞു കൊടുത്തും ആക്ഷനിലൂടെയും അതുപോലെ പല എൻഗേജ്മെൻറ്റ്സിലൂടെയും പ്ലേവേയിലൂടെയും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ ഈ സമയത്ത് പഠിപ്പിക്കേണ്ടത്. അതിന് തീർച്ചയായിട്ടും നല്ല ഉയർന്നു നിൽക്കുന്ന അധ്യാപകർ തന്നെ വേണം. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ അത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി അധ്യാപകരെയൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? ഇതേലെ 4 മെഷീൻ എടുത്തങ്ങ് വെച്ചാൽ മതി. ഇത് അധ്യാപകർ ഓർക്കണം, നിങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകർക്ക് കൂടുതൽ സ്പേസുള്ള, അധ്യാപകർ കൂടുതൽ എൻഗേജ് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആവശ്യം. ഇത് ഈ അടുത്തിടെ ഒരു 1-2 ആൾക്കാരുമായിട്ട് സംസാരിച്ച വിഷയമായതുകൊണ്ട് ഇന്ന് ഇതിനകത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. വേറൊന്ന്, പേരൻസിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാതെ ഇന്ന് വിദ്യാഭ്യാസം നന്നായി നടത്താനായിട്ട് സാധിക്കില്ല. ഇന്ന് കുട്ടികളുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളുടെയും കാരണം മാതാപിതാക്കൾ കുട്ടികളെ മനസ്സിലാക്കാത്തതും കുട്ടികളുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയാത്തതും അതിന് പരിഹാരം അറിയാത്തതും ഒക്കെയാണ്. അതുകൊണ്ട് നല്ല ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ മാതാപിതാക്കൾക്ക് ആവശ്യമാണ്. കാരണം ഒരു എലിജിബിലിറ്റി ഇല്ലാതെ ഒരു മാതാവോ പിതാവോ ആകാൻ സാധിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ ചില പ്രത്യേക ക്വാളിറ്റീസൊക്കെ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് സമൂഹത്തിലെ മാനസികാരോഗ്യം കുറയുന്നതും അരക്ഷിതാവസ്ഥ കൂടുന്നതും ബന്ധങ്ങളിലെ തകർച്ചയും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മാതാപിതാക്കൾ തന്നെ പലരും സൈബർ അഡിക്റ്റുകളാണ്. അവർക്ക് മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ല. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് വേണം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനായ ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ എന്നെ ഒരിടത്ത് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിശയം തോന്നി. പുള്ളി ഒരു പേരൻ്റ് പോലും ആകാത്ത ആളാണ്. കുട്ടികളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ളവരെ അല്ല നമ്മൾ വിളിച്ച് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടത്. ഇത്തരം ക്ലാസ്സുകളൊക്കെ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ വിളിക്കുക. കുട്ടികളുടെ പ്രശ്നങ്ങളും മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത് കരുത്തുള്ള ആൾക്കാരെ വിളിക്കുക. അല്ലാതെ കുറച്ച് കോമഡി പറയാൻ അറിയാവുന്നവരെയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവരെയൊക്കെ വിളിച്ച് മാതാപിതാക്കളുടെ സമയവും കളയരുത്. അത്തരത്തിലുള്ള ഒരു നടത്തി എന്നുള്ള പേര് കേൾപ്പിക്കാൻ വേണ്ടി നടത്തുകയും ചെയ്യരുത്. പല സ്കൂളുകളും പറയുന്ന മാതാപിതാക്കളെ ഒന്നും വിളിച്ചാൽ വരില്ല. എങ്ങനെയാണ് വിളിച്ചിരുത്തി നിരന്തരമായിട്ട് വെറുപ്പിച്ചാൽ വീണ്ടും വീണ്ടും അവർ വരുമോ? കാലമൊക്കെ മാറി. അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ അവർ വരുള്ളൂ.
ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഓഡിറ്റോറിയം നിറച്ച് മാതാപിതാക്കളാണ്. അതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഓരോ വർഷവും കിട്ടുന്ന പ്രോഗ്രാമിൻ്റെ മേന്മ തന്നെയാണ് അതിൻ്റെ കാരണം. അത് അവർക്ക് ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് അവർ ഓടി വരുന്നത്. അതുപോലെ അധ്യാപകരിൽ നല്ല പരിശീലനം ആവശ്യമാണ്. അധ്യാപക പരിശീലനം എന്ന് പറഞ്ഞാൽ നടക്കുന്നതെല്ലാം കുറേ ടെക്നിക്കലായിട്ടുള്ള പരിശീലനങ്ങളാണ്. എങ്ങനെ ക്ലാസ് എടുക്കാം, എങ്ങനെ കെമിസ്ട്രി കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കാം, എങ്ങനെ കണക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കാം. ഇതല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കാനും അവരെ കംഫോർട്ടബിൾ ആക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് ക്ലാസ് റൂമുകൾ മാറണം. പ്രത്യേകിച്ച് ഞാൻ നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുന്ന അധ്യാപകൻ്റെ എനർജിയാണ് കുട്ടികളുടെ എനർജിയായി മാറുന്നത്. അപ്പോൾ ഒരു ഹൈ എനർജിയോടുകൂടി എന്തൂസിയാസത്തോടുകൂടി നല്ല സ്പിരിറ്റഡായിട്ട് ക്ലാസ്സുകളിലൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും വൈകാരിക ആരോഗ്യവും അധ്യാപകർക്കുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനൊക്കെ പരിശീലനങ്ങൾ വളരെ നല്ല ശക്തമായ പരിശീലനങ്ങൾ തന്നെ അധ്യാപകർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അധ്യാപകരെ ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ, അധ്യാപകനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അധ്യാപകൻ ഓർഗനൈസ്ഡ് ആയില്ലെങ്കിൽ അതിൻ്റെ കുറവെല്ലാ ഭാഗത്തും ഉണ്ടാവും. കാരണം കുറേ മാർക്ക് വാങ്ങിപ്പിക്കുന്നതും കുറേ ഗ്രേഡ് വാങ്ങിപ്പിക്കുന്നതൊന്നും അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കുട്ടികളുടെ ട്രാൻസ്ഫോർമേഷനാണ്. കുട്ടികളുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കണേ കുട്ടികളെ മനസ്സിലാക്കി കുട്ടികളെ എൻഗേജ് ചെയ്ത് പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകരുണ്ടാവണം. അവരുടെ വ്യക്തിത്വത്തിൽ രൂപാന്തരങ്ങളുണ്ടാകുന്ന അത്തരം അധ്യാപകർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് അതിന് തക്കവണ്ണം മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ. ഇതൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. കാരണം പലയിടത്തും നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ദയനീയമാണ്. അധ്യാപക പരിശീലനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സർക്കാരിൽ തന്നെ 50 പേരെ വിളിച്ചിരുത്തി ഒരു ക്ലാസ് കൊടുത്തിട്ട് അവരോട് 50 പേരോടും പോയി സ്റ്റേറ്റ് മുഴുവൻ പരിശീലിപ്പിക്കാൻ പറയുകയാണ്. ഇതൊക്കെ ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ സ്കൂളിലെ ഒരു അധ്യാപിക എന്നെ വിളിച്ചു, സാറേ ഈ വർഷം അധ്യാപകർക്ക് ക്ലാസ് എടുക്കേണ്ടത് എൻ്റെ ജോലിയാണ്, നാളെയാണ് ആ ക്ലാസ്, ഞാൻ എന്തുവാണ് പറയേണ്ടത്. എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം ആ അധ്യാപിക തന്നെ അതിന് ആത്മവിശ്വാസമുള്ള ഒരാളല്ല. പക്ഷേ അവരെ ഏൽപ്പിച്ചതുകൊണ്ട് അവർക്കത് ചെയ്യാതിരിക്കാനും വയ്യ. ഇങ്ങനെയല്ല മാതാപിതാക്കളെയും മറ്റും ഒരുക്കേണ്ടത്. ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലെ ദുരന്തങ്ങളാണ്. പിന്നെ നല്ലതിനൊക്കെ നല്ല വിലയുണ്ടാവും. കാരണം നമ്മുടെ കുട്ടികൾ വിലയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നല്ലതിനൊക്കെ വിലയുണ്ടാവും. ആ വില കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തി എടുത്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം തന്നെ ഇറങ്ങി ഓടാൻ പറ്റുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ സൃഷ്ടി ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. കുട്ടികളൊക്കെ ഇറങ്ങി ഓടുകയാണ്, വിദേശ രാജ്യങ്ങളിലേക്കും എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി ഓടുകയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല, പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലേക്ക് വിദ്യാഭ്യാസം ചുരുങ്ങിയതിൻ്റെ കാരണം കുറച്ച് മാർക്ക് മാത്രം വാങ്ങിച്ച് കുഞ്ഞുങ്ങളെ ബ്രോയിലർ ചിക്കനാക്കിയത് കൊണ്ട് തന്നെയാണ്. അത് തുടരാൻ പാടില്ല. അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യണം. ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ മടിക്കണ്ട. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.